ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഞങ്ങൾ വൈകുന്നേരത്തെ ഘോഷയാത്ര കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 2-3 സ്റ്റോപ്പ് അപ്പുറത്തുനിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ആദ്യം ഞങ്ങൾ വീടിൻ്റെ അടുത്തുനിന്നൊക്കെ കാണാമെന്ന് വിചാരിച്ച്, അപ്പം ഇത് ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി തുടങ്ങുന്നിടത്ത് തന്നെ പോയി കാണാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഈ തുടങ്ങുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിപ്പെട്ടത്. പരിപാടി ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് എല്ലാവരെയും ഭയങ്കര സ്പീഡപ്പാക്കിയിട്ട് അങ്ങനെ പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. പരിപാടി എൻഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, ഒരു ലൊക്കേഷൻ ഉണ്ട്. അതിൻ്റെ കുറച്ച് കുറച്ച് മുന്നേ ഒക്കെ ആയിട്ടാണ് ഏകദേശം പിള്ളേർ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് തുടങ്ങും. കാരണം ഇവിടുന്ന് ചെയ്യുമ്പോൾ അവർ ടയേർഡ് ആവുമല്ലോ. ഇപ്രാവശ്യം ഒരുപാട് കുട്ടികൃഷ്ണന്മാരുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. കുറേ പേരെ ഇവിടെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ കൂടെ തന്നെ അവിടുന്ന് ജോയിൻ ചെയ്ത് കുറച്ചങ്ങനെ കൂടെ നടന്നതിന് ശേഷം നമ്മൾ വണ്ടിയൊക്കെ നമ്മളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അവിടെ പോയിന്ന് ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് ഉണ്ടായൊരു ട്രാഫിക്കാണ് കേട്ടോ അത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നതിന് ശേഷം ഞങ്ങൾക്ക് കാണേണ്ട പോയിന്റിൽ ഞങ്ങൾ വന്നിരുന്ന് ഏകദേശം സമയമായപ്പം. ആൻഡ് ദിസ് ഈസ് അവർ ഡാൻസ് ടീം. അടിപൊളിയാണ് ഡാൻസ് ടീമും. കൃഷ്ണനാണെങ്കിലൊക്കെ അടിപൊളിയായിരുന്നു. ഇന്ന് അങ്ങോട്ടുള്ള എല്ലാ വ്യൂസും നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ നിമ്മുക്കുട്ടി ഭയങ്കര കൃഷ്ണൻ ഫാനാണ്. നിമു കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാണണം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ത്രൂ ഔട്ട് ഫുൾ അവർക്ക് കാണിച്ചു കൊടുത്തു. ആൻഡ് ഓൾസോ ഗൈസ്, ഞങ്ങൾ നിമ്മുക്കുട്ടീനും ഒരു കൃഷ്ണനാക്കി ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫോട്ടോ ഞാനിവിടെ എവിടെയെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് കണ്ട എല്ലാ കൃഷ്ണന്മാരെയും അവരൊരു വണ്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സെയിം ഡേ തന്നെ നമുക്കൊരു മാരേജ് ഫംഗ്ഷനും കൂടി ഉണ്ടായിരുന്നു. ഘോഷയാത്ര കണ്ട് വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് പോയി. കല്യാണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഘോഷയാത്രയില്ലാത്ത തിരക്ക്. കുറച്ച് നമ്മൾ ബ്ലോക്ക് കിടന്നതിന് ശേഷം നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരുപാട് എക്സൈറ്റിംഗ് വീഡിയോസ് വരുന്നുണ്ട്, അതൊന്നും കാണാൻ മറക്കല്ലേ. ബൈ.